ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ജോലിയും സമയവുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ മത്സര പരീക്ഷകളിലും സ്ഥിരമായി കാണാറുള്ളതാണ് ജോലിയും സമയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ജോലിയും സമയവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഏറ്റവും എളുപ്പ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നതാണ് ഇനിയുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തമായ പല ചോദ്യങ്ങളും ഈ വിഭാഗത്തിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിയും സമയവുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്ട് വീഡിയോകളും നിങ്ങൾ കാണാൻ സമയം കണ്ടെത്തണം. എല്ലാ വീഡിയോയുടെ അവസാനത്തിലും ഇതുമായി ബന്ധപ്പെട്ട എക്സസൈസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടെ ചെയ്യാൻ ശ്രമിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 30 പേര് 36 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 24 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേര് വേണം എന്നാണ്. 30 പേര് 36 ദിവസം എടുത്തുകൊണ്ട് തീർക്കുന്ന ഒരു ജോലി 24 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേര് വേണം എന്നാണ് ചോദ്യം. ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 30 പേർ 36 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 24 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേർ വേണം എന്നാണ്. ചോദ്യം വായിച്ചാൽ തന്നെ നമുക്ക് പറയും 30 പേര് 36 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 24 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എന്തായാലും 30 പേരേക്കാൾ എണ്ണം കൂടുതൽ വേണം, ആളുകളുടെ എണ്ണം കൂടുതൽ വേണം. അങ്ങനെയാണല്ലോ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് ഇക്വേഷനാണ് N1D1 = N2D2. അതായത് 30 പേര് 36 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിൻ്റെ ഗുണനഫലം അത് ഈക്വലാണ് 24 ദിവസം കൊണ്ട് അത്രയും ആളുകൾ 24 ദിവസം കൊണ്ട് എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾ ചെയ്യുന്ന ജോലിക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം നമുക്ക് അറിയാം N1 = 30 പേരാണ്. അതിൻ്റെ D1 36 ദിവസം കൊണ്ടാണ് അവർ ചെയ്യുന്നത്. N2 നമുക്ക് കാണണം എത്ര പേര് 24 ദിവസം കൊണ്ട്. അപ്പോൾ D2 = 24 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ N2 ഈ ഇക്വേഷൻ എന്തിട്ടും N1D1 / D2 ആണല്ലോ. N1 എന്ന് പറഞ്ഞാൽ 30 × 36 / 24. 30 × 24 36 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 6 24 6 6 36. അപ്പം 30 × 6 180 / 4 4 4 16 20 5 45 45 ആളുകളാണത് അല്ലേ. 45 ആളുകൾ. അതായത് 45 ആളുകളുണ്ടെങ്കിൽ മാത്രമേ 30 പേര് 36 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 24 ദിവസം കൊണ്ട് ഈ 45 ആളുകൾക്ക് തീർക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 16 പേർ 20 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 32 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കുന്നു എന്നാണ്. ഇവിടെ 16 പേര് 20 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുകയാണ്. 16 പേർക്ക് പകരം 32 പേരാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും എന്നാണ് ചോദ്യം. എന്തായാലും നമുക്ക് അപ്പം തന്നെ ക്ലിക്കാവും. എണ്ണം ദിവസം 20 ദിവസം എടുക്കേണ്ടത് എന്തായാലും എണ്ണം കുറയും, ദിവസത്തിൻ്റെ എണ്ണം കുറയും ആണല്ലോ. നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് N1D1 = N2D2. ഈ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. എങ്കിൽ പിന്നെ എന്താ ചെയ്യുക, ഒരു ബുദ്ധിമുട്ടില്ല. ചോദ്യം എത്തി നോക്കുക. N1 = 16 പേര് തന്നിട്ടുണ്ട്, D1 = തന്നിട്ടുണ്ട് 20 ദിവസം എന്ന് തന്നിട്ടുണ്ട്, N2 തന്നിട്ടുണ്ട് 32 പേര്, D2 ആണ് നമുക്ക് കാണേണ്ടത് ആണല്ലോ. നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു, ദിവസം തന്നിട്ടുണ്ടായിരുന്നു, ആളുകളാണ് കാണേണ്ടത്. ഇനി D2 = എന്ത് കിട്ടും, N1D1 / N2. 16 × 20 / 32. 16 2 32, 10 2 20, 16 16 പോയി 10 ഡേയ്സ്. അതായത് 16 പേർ 20 ദിവസം കൊണ്ട് ചെയ്യുന്നൊരു ജോലി 32 പേർക്ക് ആകെ 10 ദിവസം മതി. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. മനസ്സിലായല്ലോ. 32 പേര്
16ന്റെ സ്ഥാനത്ത് 32 ആയപ്പോൾ അവിടെ 20 ദിവസം എടുക്കേണ്ടത് 10 ദിവസം എടുത്തേ ഉള്ളൂ. 10 ദിവസം കൊണ്ട് അവർക്ക് 32 പേർക്ക് ആ ജോലി ചെയ്ത് തീർക്കാം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 12 പേർ 18 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേർ കൂടുതൽ വേണ്ടിവരും? ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോദ്യത്തിൽപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ആണല്ലോ. 12 പേര് 18 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലിക്ക് 8 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേർ കൂടുതൽ വേണ്ടി വരും? അപ്പം എന്തായാലും നമുക്കറിയാം ഇതിൻ്റെ കൂടെ എത്രയോ ആൾക്കാർ കൂടണം വേണ്ടേ? 12 പേരിൻ്റെ കൂടെ എത്രയോ ആൾക്കാർ കൂടിയാൽ മാത്രമേ 8 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ പറ്റുള്ളൂ. നമ്മളെ കയ്യിലുള്ള ഇക്വേഷനാണ് N1 D1 ഈക്വൽ ടു N2 D2. N1 സമം തന്നിട്ടുണ്ട് 12 പേര്, D1 സമം തന്നിട്ടുണ്ട് 18 ദിവസം, N2 നമുക്കറിയില്ല, D2 തന്നിട്ടുണ്ട് 8 ദിവസം കൊണ്ട് ആണല്ലോ. N2 കാണുക, N2 സമം N1 D1 ഡിവൈഡഡ് ബൈ D2. N1 12 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 8 എത്ര കിട്ടും? 3 4 12, 2 4 2 4 8, 9 2 18, 27. N2 സമം 27. ഇവിടെ എന്താ ചോദിച്ചേ? 18 പേര് 18 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേർ കൂടുതൽ വേണ്ടി വരും? നമുക്ക് ഇപ്പോൾ 12 പേര് അവിടെ ഉണ്ട്. നമ്മൾ കണ്ടെത്തി 27 പേരുണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് ആ ജോലി തീരും എന്ന് നമ്മളിപ്പോൾ കണ്ടെത്തി. 27 ആളുണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് ആ ജോലി തീരും. അപ്പോൾ നമുക്ക് എന്താട്ടാം? ഇനി എത്ര ആൾ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഈ ടോട്ടൽ ആളുകളുടെ എണ്ണത്തിൽ നിന്നും നമ്മളെ കയ്യിലുള്ള ആളെ കുറച്ചാൽ പോരെ. അപ്പോൾ കൂടുതൽ വേണ്ട ആളുകൾ സമം എന്താണ്? 27 മൈനസ് 12 എത്ര കിട്ടും? 15 പേര്. മനസ്സിലായല്ലോ? ഇവിടെ എന്താ പറഞ്ഞത്? നമ്മളെ കയ്യിൽ ഓൾറെഡി കുറച്ച് ആളുകളുണ്ട്. ആ ആളുകളെ വെച്ചിട്ട് നമുക്ക് 8 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീരൂല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ആളുകളുടെ എണ്ണം കൂട്ടണം. 12 പേരെ കൊണ്ട് 18 ദിവസം കൊണ്ട് ജോലിൻ്റെ ആൾക്കാരെ എണ്ണം ജോലി ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ജോലി 8 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണമെങ്കിൽ നമുക്ക് എന്താവണം? ടോട്ടൽ എത്ര ആൾക്കാർ വേണം ആദ്യം കണ്ടെത്തണം. അത് നമ്മൾ N1 D1 ഈക്വൽ ടു N2 D2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. എന്നിട്ട് കണ്ടെത്തി ടോട്ടൽ ആൾക്കാരെ എണ്ണം കിട്ടി. അതാണ് നമുക്ക് 27 കിട്ടിയത്. ആ 27 കിട്ടിയതിൽ നിന്നും നമ്മളെ കയ്യിലുള്ള ആൾക്കാരെ എണ്ണം കുറച്ച് 15 പേരും കിട്ടി. ഈ 15 പേരെ കൂടി നമ്മളെ ജോലിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 8 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. 18 പേര് 14 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 12 പേർ മാത്രം ചെയ്താൽ എത്ര ദിവസം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും? മനസ്സിലായല്ലോ ചോദ്യം? 18 പേര് 14 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുന്നുണ്ട്. ഇനി ആ 18 പേർക്ക് പകരം 12 പേർ മാത്രമാണ് ആ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൂടുതൽ എടുക്കണം ജോലി? ഇപ്പം നമ്മൾ 18 പേര് 14 ദിവസം എടുക്കുന്നുണ്ട്. ഇനി 12 പേര് മാത്രമാണ് എടുക്കണമെങ്കിൽ എത്ര ദിവസം കൂടുതൽ ജോലി ചെയ്യണം എന്നാണ് ചോദ്യം. നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ തന്നെയാണ് N1 D1 സമം N2 D2. ഇവിടെ N1 സമം തന്നിട്ടുണ്ട് 18 പേര്, D1 തന്നിട്ടുണ്ട് 14 ദിവസം എന്ന് തന്നിട്ടുണ്ട്, N2 തന്നിട്ടുണ്ട് 12 പേര്, D2 ആണ് നമുക്ക് കാണേണ്ടത്. നേരത്തെ നമ്മൾ ദിവസം തന്നിട്ടുണ്ടായിരുന്നു ആളുകളുടെ എത്ര ആൾക്കാർ കൂടുതൽ വേണ്ടി വരും എന്നാണ് ചോദ്യം. ഇവിടെ എത്ര ദിവസം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും? വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ D2 സമം N1 D1 ഡിവൈഡ് ബൈ N2 എന്നാണ്. N1 എത്ര?
18 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 12. 2 6 2 12 7 2 14. 6 3 3 6 18. അപ്പം ഇവിടെ 21 ദിവസം ജോലി ചെയ്യേണ്ട ദിവസം എന്താ, എന്ത് ചെയ്യണം? നമ്മളെ കയ്യിൽ 21 ദിവസം ഉണ്ടായാൽ നമുക്ക് അത് തീരും. ഇപ്പം നമ്മൾ 14 ദിവസം കൊണ്ട് അത് തീർക്കുന്നുണ്ട്. ഇനി ബാക്കി എത്ര ദിവസം കൂടി വേണം? അപ്പം 21 മൈനസ് 14 എത്ര കിട്ടും? 21 14 കുറച്ചാൽ 7. അപ്പോൾ 7 ദിവസം കൂടുതൽ ജോലി ചെയ്താൽ 12 പേർക്ക് ആ ജോലി തീർക്കാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ 14 ദിവസം കൊണ്ട് 18 പേർക്ക് ജോലി തീർക്കാവുന്നത് 12 പേർക്ക് ഈ 14ൻ്റെ കൂടി 7 ദിവസം കൂടി എക്സ്ട്രാ ചെയ്താൽ 12 പേർക്ക് ആ ജോലി പൂർത്തിയാക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതാണ് ഇതിൻ്റെ ആൻസർ. 7 ദിവസം കൂടുതൽ ജോലി ചെയ്താൽ 12 പേർക്ക് ആ ജോലി പൂർത്തിയാക്കാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. 300 പട്ടാളക്കാർക്ക് 60 ദിവസത്തേക്കുള്ള ആഹാരം ഉണ്ട്. 100 പട്ടാളക്കാർ അധികമായി വരികയാണെങ്കിൽ ഈ ആഹാരം എത്ര ദിവസത്തേക്ക് തികയും? ഇതാണ് ചോദ്യം. അപ്പോൾ 300 പട്ടാളക്കാരുണ്ട്, അവർക്ക് 60 ദിവസത്തേക്കുള്ള ആഹാരം ഉണ്ട്. ഇനി അതിലേക്ക് 300 പട്ടാളക്കാർക്ക് 100 പട്ടാളക്കാരും കൂടി വരികയാണെങ്കിൽ എത്ര ദിവസത്തേക്ക് ആഹാരം ഉണ്ടാവും എന്നാണ് ചോദ്യം. ഇവിടെ തന്നുള്ളത് N1 തന്നിട്ടുണ്ട് 300 പേര്, D1 തന്നിട്ടുണ്ട് 60 ദിവസത്തേക്ക്, N2 എന്താണ് 100 പട്ടാൾക്കാർ അധികമായി വരിക എന്ന് പറഞ്ഞാൽ 300ൻ്റെ കൂടെ 100 കൂടെ ആഡ് ചെയ്താൽ 400 പട്ടാളക്കാരായി. D2 എത്ര ദിവസത്തേക്ക് ആഹാരം ഉണ്ടാവുമെന്നാണ് ചോദ്യം. N1 D1 ഈക്വൽ ടു N2 D2. D2 സമം N1 D1 ഡിവൈഡഡ് ബൈ N2. 300 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ N2 എത്ര? 400. 180 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 45 ദിവസം. അപ്പം 45 ദിവസം കിട്ടി. 300 ആൾക്കാരുണ്ടാകുമ്പം അവർക്ക് 60 ദിവസത്തേക്ക് ആ ഫുഡ് ഉണ്ടാവും. അതിലേക്ക് 100 ആളുകളും കൂടി ചേർന്നാൽ അതായത് 400 പേരായി. 400 പേരാകുമ്പം ആ ഫുഡ് 60 ദിവസത്തേക്കുള്ള ഫുഡ് അവർക്ക് പിന്നെ 45 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ വന്നാലുള്ള ഇക്വേഷൻ ഇതാണ്. N1 D1 ഈക്വൽ ടു N2 D2. ഇതിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക. N1 എന്താണെന്ന് എഴുതുക, D1 എന്താണെന്ന് എഴുതുക, N2 എന്താണെന്ന് എഴുതുക, D2 എന്താണെന്ന് എഴുതുക. അതിലെന്താ കാണേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഇക്വേഷനിലേക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിൻ്റെ അവസാനം കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സംശയമുള്ള ഭാഗം കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. Thank you for watching.